മടപ്ലാത്തുരുത്ത് സെയിന്റ് ജോർജ് ദേവാലയ സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ദേവദാസൻ ഫാദർ തിയോഫിലസ് പാണ്ടിപ്പിള്ളിയച്ചൻ മടപ്ലാത്തുരുത്തിന്റെ പുണ്യമാണെന്ന് വികാരി ഫാദർ പോൾ കുര്യാപ്പള്ളി. പാണ്ടിപ്പിള്ളിയച്ചന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കയിലേക്ക് സംഘടിപ്പിച്ച തീർത്ഥയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാണ്ടിപ്പിള്ളിയച്ചൻ തന്റെ ഇടവകയായിരുന്ന മഞ്ഞുമാതാ ബസിലിക്കയിലേക്ക് നടത്തിയ തീർത്ഥാടനത്തിന്റെ സ്മരണയ്ക്കായാണ് 50 സൈക്കിളുകളിലായി സൈക്കിൾ തീർത്ഥയാത്ര നടത്തിയത്. മടപ്ലാതുരുത്ത് സെന്റ് ജോർജ് ദേവാലയ സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ദേവദാസൻ ഫാദർ തിയോഫിലസ് പാണ്ടിപ്പിള്ളിയച്ചൻ മടപ്ലാതുരത്തിന്റെ പുണ്യമാണെന്ന് വികാരി ഫാദർ പോൾ കുര്യാപ്പള്ളി പറഞ്ഞു. പരിസ്ഥിതി സൗഹൃദ തൊഴിൽശാലകൾ സ്ഥാപിച്ച് അഗതി മന്ദിരത്തിലെ അംഗങ്ങൾക്ക് വരുമാനമാർഗം ഒരുക്കുകയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമാഹരിച്ച സമ്പത്ത് ഉപയോഗിച്ച് മടപ്ലാതുരുത്ത് ഗ്രാമത്തിന്റെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുകയും ചെയ്ത പാണ്ടിപ്പിള്ളിയച്ചൻ ഇന്നും എല്ലാവർക്കും മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മടപ്ലാതുരത്തിലെ പാണ്ടിപ്പിള്ളിയച്ചന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കയിലേക്ക് സംഘടിപ്പിച്ച തീർത്ഥയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഫാദർ പോൾ കുര്യാപ്പള്ളി. നമ്മുടെ ഈ ഒരു ജപമാല റാലിക്ക് അല്ലെങ്കിൽ ഒരു മരിയൻ റാലിക്ക് ഇവിടെ നിന്നും നമ്മളുടെ മഞ്ഞുമാതാ ബസിലിക്കയിലേക്ക് പോകുന്നത് വരെ ഒരു ചരിത്രമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ ചരിത്രത്തെ തീർച്ചയായിട്ടും നമ്മൾ എന്നും ഒരു മാതൃകയാക്കി കൊണ്ടുവരുവാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ജോജോ മനക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഷീൻ വില്യംസ്, ആന്റണി ജോളി, ജീലു ബെൻസൺ, ബീന ഷൈജൻ, ജിനി ബൈജു, ഗ്രിഫിൻ റോച്ച, ഗലീറ്റ ജോൺസൺ, ജോഷീസ് റാമ്പിക്കൽ, ജിബിൻ പോൾ, അഗസ്റ്റി ജൂസ എന്നിവർ സംസാരിച്ചു. പാണ്ടിപ്പിള്ളിയച്ചൻ തന്റെ ഇടവകയായിരുന്ന പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ് സംഘടിപ്പിച്ചത്. അഗസ്റ്റി ജൂസ്, ഏഞ്ചൽ ഷൈൻ, കെവിൻ ആന്റണി എന്നിവർ തീർത്ഥയാത്രക്ക് നേതൃത്വം നൽകി. പരിശീലന വിഭാഗം, KCYM, CLC എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന തീർത്ഥയാത്രയിൽ 50 സൈക്കിളുകളിലായി നിരവധി പേർ പങ്കെടുത്തു. ബസിലിക്ക പള്ളി അങ്കണത്തിലെത്തിയ തീർത്ഥാടകരെ റെക്ടർ റവറന്റ് ഡോക്ടർ ഫാദർ ആന്റണി കുരിശിങ്കലിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് തീർത്ഥാടകരുടെ നേതൃത്വത്തിൽ ജപമാലയും നടന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ.